ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാവരും തിരക്കായിരിക്കും. വർക്കിംഗ് വുമൻസ് ഉണ്ടാകും, ഓഫീസിൽ പോകാനുള്ള തിരക്കുണ്ടാകും, കുട്ടികളെ വിടാനുള്ള തിരക്കുണ്ടാകും, അവരുടെ ആണുങ്ങളെയൊക്കെ പറഞ്ഞു വിടാനുള്ള തിരക്കിൽ നല്ല തിരക്കായിരിക്കില്ലേ രാവിലെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടികളെ വിടണം. ഈ തിരക്കിനിടയിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇപ്പം തലേന്ന് രാത്രിയൊക്കെ ചിക്കൻ പീസ് പൊരിച്ചതോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പീസ് ചിക്കൻ എടുത്ത് മാറ്റി വെക്കുക. ഒന്നോ രണ്ടോ പീസ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെച്ചാൽ രാവിലെ നമുക്ക് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അതിനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഒരു സവാള എടുത്തു. സവാള ചെറുതായിട്ട് നുറുക്കി, വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കി, പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി, അതിനൊപ്പം ടൊമാറ്റോ എല്ലാം ചെറുതാക്കി നുറുക്കിയിട്ട് ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ആദ്യം വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളക്, മല്ലിച്ചീര എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ചിക്കൻ പീസിൽ ഇപ്പോൾ കാണിച്ച ചിക്കൻ പീസ് നിങ്ങളുടെ ഉള്ളത് പോലെ എടുക്കാം കേട്ടോ. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി എടുത്തത്. അതിങ്ങനെ ചെറുതായിട്ട് നുറുക്കി അതും അതിനകത്തേക്ക് നല്ലവണ്ണം ഇട്ടൊന്ന് മിക്സ് ചെയ്ത്, ഓൾറെഡി ഇത് ഫ്രൈ ആണല്ലോ. ഇപ്പോൾ ഫ്രൈ ഇല്ല, കറിയിലാണെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കനോ ബീഫോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ഞങ്ങളൊക്കെ എന്നും ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടൊരു 3 മുട്ടയെടുത്തു. നല്ലവണ്ണം ഇങ്ങനെ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് നല്ലവണ്ണം അടിച്ചതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ മിക്സില്ലേ, ഈ വഴറ്റിയ അതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്, ഉപ്പും കൂടി വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ഇത്തിരി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മുട്ടയും ചിക്കൻ മിക്സ് അതിനകത്തേക്ക് ഒഴിച്ച് ഇപ്പോൾ നമ്മൾ ഓംലേറ്റ് പോലെ ഇങ്ങനെ ആ തവയിലോട്ടിട്ട് ഓംലേറ്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ പരത്തി എടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ നല്ലവണ്ണം അതിൻ്റെ നല്ലവണ്ണം ഒന്ന് വെന്ത് വരും. എല്ലാം ഉണ്ട്. വേണമെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ഇടാം കേട്ടോ, നമുക്ക് ഉള്ളതനുസരിച്ചിടാം. നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. എന്നിട്ട് അതൊന്ന് നമ്മൾ വീണ്ടും ഒന്ന് മറിച്ചിടുന്നു. മറിച്ചിട്ടപ്പോൾ ഇപ്പോൾ എല്ലാവരും ചിക്കൻ പോളയൊക്കെ ഉണ്ടാക്കും പോലെ തന്നെ ഇത് ചിക്കൻ പോള വേഗം ഉണ്ടാക്കാം. ചിക്കൻ പോളയ്ക്ക് അല്പം ടൈം എടുക്കും, ഇത് നമുക്ക് വേഗം ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് ഇനി നമ്മളൊരു പാത്രത്തിലായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. വളരെ നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ അതിനൊപ്പം ബ്രെഡാണെങ്കിലോ, ബ്രെഡോ കുട്ടികൾക്കാണെങ്കിൽ ചപ്പാത്തിയുടെ പീസാക്കിയോ ബ്രെഡിൻ്റെ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ ബട്ടറൊക്കെ ഇട്ട് ഇത് ചെയ്തോ ഒക്കെ